ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോഹന ഓർക്കിഡ്സിലാണുള്ളത്. ഇവിടെ പുതിയ സ്റ്റോക്ക് ചെടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും ഇവിടെ വിരിഞ്ഞിട്ടുള്ള പുതിയ ഓർക്കിഡ് സുന്ദരികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കിഡ് വളർത്തുന്നവർ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചെടികളെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ. അപ്പോൾ അത് വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ അത് വന്നാൽ രോഗങ്ങൾ മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. സമയക്കുറവാണ് അതിനുള്ള ഒരു കാരണം. എന്നാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ വരുന്ന 28-ാം തീയതി വ്യാഴാഴ്ച മോഹന ഓർക്കിഡ്സ് നഴ്സറിയിൽ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ് നടത്തുന്നുണ്ട്. ഓർക്കിഡ് വളർത്തലിൽ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള മോഹന ഓർക്കിഡ്സ് നഴ്സറി നടത്തുന്ന ഞങ്ങളുടെ പാപ്പനാണ് ആ ക്ലാസ് നടത്തുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. മോഹന ഓർക്കിഡ്സിലേക്ക് വരാറുള്ള പലരും എൻ്റെ വീഡിയോ കാണാറുണ്ട്, മെസ്സേജുകളൊക്കെ ഇടാറുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം വിശദമായ പരിഹാര മാർഗ്ഗങ്ങൾ ലഭിക്കുന്ന ഈ ഒരു സുവർണാവസരം നിങ്ങൾ പാഴാക്കരുത്. വരാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും വരണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പല പ്രശ്നങ്ങൾക്കും, അവർ ചോദിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ക്ലാസ് നടത്തുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്രദമായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ക്ലാസ് നടത്തുന്നത്. അന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അത് വീഡിയോ ആയിട്ട് ചെയ്യാനോ സാധിക്കില്ല. എങ്കിലും ഇത്രയും ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ് നിങ്ങളാരും മിസ് ചെയ്യരുത്. അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ എല്ലാ ദിവസവും ചെടികൾ വാങ്ങാനായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ചും രാവിലെ മുതൽ തന്നെ കസ്റ്റമേഴ്സിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ ആളുകൾ കുറഞ്ഞൊരു സമയം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ ഈ നഴ്സറിയെക്കുറിച്ചും ഇവിടുത്തെ ചെടികളെക്കുറിച്ചും അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. എവിടുന്നാണ് വരുന്നത്? ഈസ്റ്റ് ഫോർട്ട്. അതെ, ഓർക്കിഡിന്റെ കളക്ഷൻ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇത് മാത്രമല്ല എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? സെയിലുണ്ടോ? അതെ. അപ്പൊ ഇവിടെ കുറെ നാളായിട്ട് വരാറുള്ളതാണോ? ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതെ അല്ലേ? ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അതെ അല്ലേ? പ്ലാന്റ്സ് ഒക്കെ ഇവിടുത്തെ പ്ലാന്റ്സിനൊക്കെ എന്താണ് ഒരു പ്രത്യേകത പറയാനുള്ളത്? എപ്പോഴും ഫ്ലവർ ഉള്ള ഒരു സ്ഥലമാണ്. അതെ അല്ലേ? ഫ്ലവർ മാത്രമല്ല, അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അത് തന്നെയാണ് ഇവിടെ വരുന്ന പലരും പറയാറുള്ളത്. അപ്പോൾ ഇപ്പം ഏത് പ്ലാന്റ്സ് നോക്കാനാണ് വന്നിട്ടുള്ളത്? അങ്ങനെയില്ല, എടുത്ത് പോകണം. അതെ, എല്ലാ വെറൈറ്റികളും. അതെ, ഓക്കെ. ഈ നഴ്സറിയെക്കുറിച്ച് കൂടുതലായി ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗി ഇവിടുത്തെ കസ്റ്റമേഴ്സ് പറയുന്നതായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഇവിടെ എപ്പോഴും ഫ്ലവേഴ്സുള്ള ഒരു നഴ്സറിയാണ്. എപ്പോൾ വന്നാലും ഫ്ലവറുള്ള ചെടികൾ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു നഴ്സറിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ എപ്പോഴും കാണാറുള്ളത്. ഫ്ലവറിങ് പ്ലാന്റ്സിനോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം സീഡ്ലിങ്സ് ഇവിടെ ലഭ്യമാണ്. അതുപോലെ മറ്റുള്ള എല്ലാ ഓർക്കിഡ് വെറൈറ്റികളും ഇവിടെ നിന്ന് ലഭിക്കും. മിക്ക ഓർക്കിഡ് നഴ്സറികളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു വലിയ കളക്ഷനും അതുപോലെ മറ്റു ഓർക്കിഡുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു നഴ്സറിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡെൻഡ്രോബിയത്തിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് മറ്റു ഓർക്കിഡുകളുടെ കളക്ഷനും കൂടിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ മൊക്കാറ പ്ലാന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. മൊക്കാറ പ്ലാന്റ്സ് വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. അതുപോലെ ഫെലനോപ്സിസിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട്. ഈ കാണുന്നതെല്ലാം ചട്ടികളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊക്കാറ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം മെച്ചുറായി വരുന്നേ ഉള്ളൂ. എല്ലാം ചട്ടികളിൽ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയതായി വന്നിട്ടുള്ള സ്റ്റോക്കിലും വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. മൊക്കാറ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ മൊക്കാറ പ്ലാന്റ്സ് വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വരാൻ പറ്റിയിട്ടുള്ള ഒരു നഴ്സറി തന്നെയാണ് കേട്ടോ ഇത്. താഴെ 2 വരികളിലായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരിക്കുന്നത് മുഴുവൻ മൊക്കാറ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്നതെല്ലാം പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ്. എത്രമാത്രം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ തന്നെ ആ വലിയ പ്ലാന്റ്സ് എല്ലാം കാണുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ മെച്ചർ പ്ലാന്റ്സ്, ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ മേലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് മുഴുവൻ വേൻഡയുടെ കളക്ഷനാണ്. വേൻഡ ഓർക്കിഡിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ്. പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓരോ വിഭാഗങ്ങളായിട്ട് ഓരോ റോയിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. ഫെലനോപ്സിസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് സീഡ്ലിങ്സും വന്നിട്ടുണ്ട്. സീഡ്ലിങ്സ് ഉണ്ട്. അതുപോലെ ഇതൊക്കെ ഫെലനോപ്സിസിൻ്റെ ചെടികളാണ്. ഈ കാണുന്ന മൊക്കാറ പ്ലാന്റ്സ് എല്ലാം പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ്. അതൊക്കെ പുതിയ ചട്ടികളിലായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇനിയും സെറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. പിന്നെ ആ ചട്ടികളിലായിട്ട് കാണുന്ന കുഞ്ഞു പ്ലാന്റ്സൊക്കെ പല വെറൈറ്റികളുടെയും സീഡ്ലിങ്സ് ആണ്. ഇനി നഴ്സറിയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ഡെൻഡ്രോബിയൻ സീഡ്ലിങ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെല്ലാം തന്നെ ചട്ടികളിൽ ചകിരി ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് കൂടുതലായിട്ടും ഈ കാണുന്നതെല്ലാം ഡെൻഡ്രോബിയൻ വെറൈറ്റികളാണ്. ഓരോ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറേയൊക്കെ ഒരേ ഇനത്തിൽ വരുന്ന ഡെൻഡ്രോബിയൻ വെറൈറ്റികളാണ്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാനും എളുപ്പമായിരിക്കും. ഇതിലൊക്കെ ഒരുപാട് പൂക്കൾ വന്നിട്ടുള്ള ചെടികളുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറേ ചെടികളിൽ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. ഈ ചെടികളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഫ്ലവേഴ്സ് നോക്കൂ. ഈ ഒരു ഫ്ലവർ കണ്ടോ? ഇതിൻ്റെ സ്പൈക്ക് എത്ര നീളത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് വേണം. അത്രയും നീളത്തിലാണ് അതിൻ്റെ സ്പൈക്ക് വന്ന് അതിൽ പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ വലുപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല വലുപ്പത്തിലാണ് അതിൻ്റെ ആ ഒരു പൂങ്കുല വന്നിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെയാണ് ഫെലനോപ്സിസിൻ്റെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ചെടികളുണ്ട്. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ഷെയ്ഡ് കിട്ടുന്ന ഒരു ഏരിയയിലാണ്. ഫെലനോപ്സിസിൻ്റെ ചെടികൾ നമ്മൾ അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്യാറുള്ളത്. അതിനധികം സൂര്യപ്രകാശം തട്ടുന്നത് നല്ലതല്ല. കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ. ഫ്ലവറായി നിന്നിരുന്ന പല പ്ലാന്റ്സും സെയിലായിട്ട് പോയി. കണ്ടോ, കാറ്റ്ലിയ ഫ്ലവേഴ്സിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് ഡെൻഡ്രോബിയം പൂക്കളൊക്കെ ഒന്ന് കാണാം. ഡെൻഡ്രോബിയത്തിൻ്റെ ഈ പൂക്കൾ കണ്ടോ? നല്ല ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. വലിയ കുലകളായിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പൂക്കൾ വരുന്നത് നല്ല വലുപ്പത്തിലാണ് വരുന്നത്. അതുപോലെ ബ്രൈറ്റായിട്ടുള്ള പൂക്കളും അതുപോലെ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ പൂക്കൾ കണ്ടോ? ഇതും ഡെൻഡ്രോബിയത്തിൽ തന്നെ വരുന്ന വലിയ കുലയായിട്ടാണ് കേട്ടോ ഈ പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഡെൻഡ്രോബിയം വെറൈറ്റിയാണ് ഇത്. അതുപോലെ ഇത് കണ്ടോ? നല്ല യെല്ലോയിൽ ഒരു ബ്രൗൺ ലിപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതും ഒരു ഡെൻഡ്രോബിയം വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളുടെയൊക്കെ ഒരു വലുപ്പം കണ്ടോ? വലിയ കുലകളായിട്ടാണ് ഇതിൽ ഈ പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നോക്കൂ, ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ഈ ചെടിയിൽ ഇവിടെ നിന്ന് തന്നെ വേരുകൾ ഉണ്ടായി വരുന്നത് കണ്ടോ? ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതൊരു പുതിയ ചെടിയായിട്ട് വളർത്താനും സാധിക്കും കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ വേരുകൾ വന്നിട്ടുള്ളത്? ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വെച്ച്
ഇത് കട്ട് ചെയ്തിട്ട് പുതിയൊരു ചെടിയായിട്ട് വളർത്താനും സാധിക്കും. ഇനി ഇതാ ഇവിടെയൊക്കെ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഷേപ്പിനൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരുന്നത്. രണ്ട് സൈഡിലേക്കൊരു പെറ്റൽസ് നീണ്ടു പോയിട്ട് അതിൻ്റെ ലിപ്പിനും ഒരു പ്രത്യേക ഷേപ്പാണ് വന്നിട്ടുള്ളത്. ലിപ്പിൽ നല്ല ഡാർക്ക് ഷെയ്ഡും പിന്നെ പെറ്റൽസിലൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. ഇത് ഡെൻഡ്രോബിയം സീസർ വരാവണിൻ്റെ പൂക്കളാണ് കേട്ടോ. ഇതൊക്കെ ഡെൻഡ്രോബിയം കോമ്പാക്റ്റത്തിൽ വരുന്നതാണ് കേട്ടോ. ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് ചെടികൾ വിറ്റുപോയി. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് മുഴുവൻ ചെടികളായിരുന്നു. അതൊക്കെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വിറ്റുപോയിട്ടുള്ള ചെടികളാണ്. കോമ്പാക്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് കേട്ടോ. അത് കൊലകളായിട്ടുണ്ടാവും. ഈ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പുറത്തെ സൈഡിൽ ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ വലിയൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. വലിയ സ്പൈക്ക് വന്നിട്ട് ഒരുപാട് പൂക്കൾ അതിലുണ്ടായിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പൂ കാണാൻ. ഇനിയും അതിൽ മുട്ടുകൾ വിരിയാനുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെൻഡ്രോബിയം വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് ഡെൻഡ്രോബിയത്തിൽ തന്നെ വരുന്ന ഒരു പ്രത്യേക വെറൈറ്റിയാണ്. ഇത് ഡെൻഡ്രോബിയം കിങ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. കിങ് ഡ്രാഗൺ പിങ്ക് സ്ട്രൈപ്പാണിത്. ഇത് നോർമലായിട്ടുള്ള പൂക്കളേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അത് ഈ പൂക്കൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ അതിൻ്റെ ലിപ്പ് കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ട് പിങ്ക് സ്ട്രൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതളുകളിലെല്ലാം പിങ്ക് സ്ട്രൈപ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ സീസറിൽ വരുന്ന ചെടികളാണെന്നാണ് ഇതിൻ്റെ ഇതളുകൾ കാണുമ്പോൾ തോന്നുന്നത്. കണ്ടോ, ഈ 2 സൈഡിലേക്കും നീണ്ടു നിൽക്കുന്ന പെറ്റൽസ് കണ്ടോ. ഈ ഒരു ഷേപ്പിലുള്ള ചെടികൾ മിക്കതും സീസറിലാണ് കാണാറുള്ളത്. ഇത് ഡെൻഡ്രോബിയം സീസർ റെഡിൽ ബിഗ് ലിപ്പിൽ വരുന്ന പൂക്കളാണെന്ന് തോന്നുന്നുണ്ട്. ടാഗ് ഉണ്ടെങ്കിലേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. പലതും മിക്സഡ് കളറിൽ വരുന്നുണ്ട് ഇപ്പോൾ. ഇവിടെയുള്ള ഒട്ടുമിക്ക ഡെൻഡ്രോബിയം വെറൈറ്റികളുടെയും പേര് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് ചാനലിൽ കയറി ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഈ കാണുന്ന പൂക്കൾ ഡെൻഡ്രോബിയം പിങ്ക് ചെറി എന്ന് പേരുള്ള ഒരു വെറൈറ്റിയാണ്. ഇതുപോലുള്ള ഒരുപാട് ഡെൻഡ്രോബിയം വെറൈറ്റികൾ ഇവിടെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കൂ. പലതിലും ടാഗ് ഉണ്ട്. പേര് മനസ്സിലാവാനായിട്ട് ഞാൻ ടാഗ് കാണിച്ചു തരാം. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ ടാങ്കറീനം ലെസിയാൻഡ്ര എന്ന പേരുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു യെല്ലോ വെറൈറ്റിയാണ്. അതിൻ്റെ പേര് ടാഗിലുണ്ട്. ഇത് ഡെൻഡ്രോബിയം ക്രോസ് ആൻറ്റിലോപ്പിൽ വരുന്ന ഒരു പ്രത്യേക വെറൈറ്റിയാണ് കേട്ടോ. ആൻറ്റിലോപ്പ് കളക്ഷൻസ് എല്ലാം മറ്റ് ഡെൻഡ്രോബിയം പൂക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ പെറ്റൽസൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വരാറുള്ളത്. ഇതിൻ്റെ പൂക്കളൊരു വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഇതളുകൾ കണ്ടാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നന്നായി മനസ്സിലാവും. ഡെൻഡ്രോബിയം ആൻറ്റിലോപ്പ് കളക്ഷൻസ് ചോദിച്ചൊരുപാട് പേര് വരാറുണ്ട്. ഡെൻഡ്രോബിയം ബ്ലൂ സ്പിൻ എന്ന പേരുള്ള മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ പൂക്കളും കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഡെൻഡ്രോബിയം ചുട്ട്മയല്ലയുടെ പൂക്കളാണ്. ഇതും വളരെയധികം ആളുകൾ ചോദിച്ചു വരുന്നൊരു വെറൈറ്റി തന്നെയാണ്. ഇതുപോലെ അതിമനോഹരങ്ങളായ ഒരുപാട് പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു നഴ്സറിയാണ് മോഹൻ ഓർക്കിഡ്സ്. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാനായിട്ട് ഞാൻ പറയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃത്തല്ലൂരുള്ള ഒരു ഓർക്കിഡ് നഴ്സറിയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഓർക്കിഡുകളും ലഭ്യമാണ്. എല്ലാ ഓർക്കിഡ് വെറൈറ്റികളും ഇവിടെ നിന്ന് ലഭിക്കുന്നു മാത്രമല്ല, ഓർക്കിഡുകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചോദിച്ചറിയാവുന്നതാണ്.
അപ്പോൾ 28-ാം തീയതി വ്യാഴാഴ്ചത്തെ ക്ലാസ്സിനെ കുറിച്ച് ആരും മറക്കണ്ട. ആരും ഈ ഒരു അവസരം മിസ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആദ്യം കണ്ട കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ ഇത്. അവരെല്ലാ തരത്തിലുള്ള ഓർക്കിഡുകളും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കിഡിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം മോഹന ഓർക്കിഡ്സിലേക്ക് വരാം. ഈ ഒരു ഓർക്കിഡ് നഴ്സറിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. കഴിവെങ്കിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.